ഞാനൊരു സോളോ ട്രിപ്പ് പോവാന്ന് വെച്ച് ബസ് കയറിയിരുന്നപ്പോ ഇതെവിടെയോ നല്ല കണ്ട് പരിചയമുള്ള വേറെ ആരുമല്ല ഇവളും എന്റെ കൂടെ കയറിണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാനാ, എനിക്ക് ഇറങ്ങി പോകാനും പറ്റൂല, അവളെ ഇറക്കി വിടാനും പറ്റില്ല. ഞങ്ങള് രണ്ടുപേരും കൂടെ സോളോ ട്രിപ്പ് പോവാ. എന്റെ ഇടയിൽ കൂടെ ആയിരുന്നു ചെക്കർ ചേട്ടന്റെ എണ്ണ. എനിക്കാണെങ്കിൽ ഞാൻ എവിടെ ടിക്കറ്റ് വെച്ചതെന്ന് പോലും ഓർമ്മല്ല. മൂപ്പരിപ്പോ നേരത്തെ കയറിയിരുന്ന ആരെങ്കിലും കണ്ടു. തെരഞ്ഞെടുത്ത് ടിക്കറ്റ് ഒക്കെ കിട്ടിയപ്പോ മൂപ്പര അത് കുത്തിവരച്ച് തിരിച്ചു വന്നിട്ട് പോയി. ഇനിയിപ്പോ മൂപ്പര പണി അതല്ലേ. ഞങ്ങൾ എവിടെ പോയതെന്ന് അറിയണമെങ്കിൽ ഇത് ലാസ്റ്റ് വരെ കാണണം, കാരണം ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളത്. എന്തായാലും കുറച്ച് അധികം പോകേണ്ടി വരും അറിയുന്നത് കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങി ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയായിട്ട് അവിടെ ഏത് ബസ്സിൽ കയറിയില്ല, അതിൽ പേരും തിരക്കിയിരിക്കും. എല്ലാം എന്റെ ഭാഗ്യം. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, പിന്നെ ഞങ്ങൾക്ക് ആ തിരക്ക് കിട്ടിയതാട്ടോ. എനിക്ക് ഞങ്ങൾ അറിയില്ലെങ്കിലും അതിന്റെ ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ കരഞ്ഞു വിളിച്ച് ഓടിപ്പോയേനെ. പിന്നെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ 4 മൈലിലെത്തി. വന്നപ്പോ തൊട്ട് അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു. പക്ഷെ ആരും പറഞ്ഞില്ല ഞങ്ങളോട് ആ ബസ് കയറി പോകാൻ. അങ്ങനെ കാത്തു നിന്ന് കിട്ടിയ ബസ് നിലത്ത് പോലും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഒരേ പറക്കലായിരുന്നു. ഫോണും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഫോൺ എല്ലാം കൂടെ താഴെ പോയതുകൊണ്ട് ഞാൻ സീറ്റ് ഇട്ടപ്പോ നൈസി കയറിയിരുന്നു. ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ലൈൻ മുടിച്ചു. വെള്ളമുണ്ടൊക്കെ കണ്ടിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു കയറി. പിന്നെ കൊന്നാലും ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എടുക്കുന്ന വീഡിയോയിലേക്ക് നോക്കില്ല. പോത്തുട്ടികളൊക്കെ അത് നിന്ന് പുല്ല് തിന്ന് മടുത്തിട്ട് കടുന്ന് പുല്ല് തിന്നണ്. പിന്നെ ഇപ്പൊ ഉള്ള കാലം എൻജോയ് ചെയ്യട്ടെ. ബാഗിൽ എന്തൊക്കെയോ വാങ്ങിയിട്ടേ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കാനായി. ഇപ്പൊ പറഞ്ഞു വരുമ്പോ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നോലായല്ലോ. ബത്തേരിന്ന് പഴംപൊരി വാങ്ങിയിട്ട് പനമരത്ത് വന്നിരുന്ന് കഴിക്കേണ്ട അവസ്ഥ. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ ഏത്. അങ്ങനെ ഇന്നത്തെ ബസ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും വയ്യ, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ പോരേക്കോ. ഇവിടെ വന്നിട്ട് ഇവളെ കിളിയും പോയി തോന്നുന്നു. എവിടേക്കോ നോക്കി ആലോചിച്ചിട്ടേക്കാ ഭക്ഷണം കഴിക്കണം. നിന്റെ കൂടെ വരണോന്ന് വരെ ഓളൊന്ന് ആലോചിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് ജനുവിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ ഓക്കെടാ, നാളെ കാണാട്ടോ.